ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അഗ്രികൾച്ചർ BSc ഓണേഴ്സ് അഗ്രികൾച്ചർ കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഫീൽഡിലോട്ട് പോവാം. ഒരുപാട് കമ്മോഡിറ്റി ബോർഡ്സ് ഉണ്ടാവും. നമ്മുടെ റബ്ബർ ബോർഡ്, കോഫി ബോർഡ്, ടീ ബോർഡ്, സിൽക്ക് ബോർഡ്. പണ്ട് 30 പേര് എഴുതുന്ന എക്സാമിന് 300 പേരെ എഴുതുന്നത്. 10 സബ്ജക്റ്റിനും റെക്കോർഡ്സ് ഉണ്ടാവും. 10ൽ ഒരു 7 റെക്കോർഡ് എന്തായാലും ഉണ്ടാവും. കേരളത്തിൽ അങ്ങനെ ഇതുവരെ പ്രൈവറ്റ് കോളേജ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് അഗ്രികൾച്ചർ MBA വരുന്നത്. അഗ്രികൾച്ചർ ഓഫീസർ, ഫാം ഓഫീസർ, അഗ്രികൾച്ചർ അസിസ്റ്റന്റ്, സോയിൽ കൺസർവേഷൻ ഓഫീസർ. അത്യാവശ്യം ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്. പക്ഷെ ആരും കരുതരുത് ഇത് ഭയങ്കര എളുപ്പമാണ്. ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഗൈസ്, ഞാൻ വീണ്ടും ഒരു അഗ്രി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് ടൈം ഞാൻ ഒരു അഗ്രികൾച്ചർ എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കോളേജ് ലൈഫിനെ പറ്റിയൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചാലും നല്ല കമൻസും റെസ്പോൺസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻസിനൊക്കെ ഓൾമോസ്റ്റ് എനിക്ക് അറിയാവുന്ന എല്ലാത്തിനും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ തീരെ അറിയാത്ത കാര്യത്തിൽ മറുപടി പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആക്കണ്ടെന്ന് കരുതി കുറച്ച് കമൻസിന് മാത്രം റിപ്ലൈ കൊടുത്തിട്ടില്ല. ബാക്കി ഓൾമോസ്റ്റ് എല്ലാത്തിനും റിപ്ലൈ കൊടുത്തിരുന്നു. പിന്നെ ഈ കമൻസ് ഒക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇപ്പോഴും സ്റ്റിൽ അഗ്രിയെ പറ്റി അറിയാൻ ആഗ്രഹമുള്ള, അതുപോലെ തന്നെ അഗ്രിനെ പറ്റി മനസ്സിലാകാത്തവരൊക്കെ ഇനിയും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് വന്ന 1-2 കമൻ്റ് ആയിരുന്നു കുറച്ചുകൂടെ അഗ്രി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുമോ എന്നുള്ളത്, സ്കോപ്പിനെ പറ്റി പറയുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അഗ്രികൾച്ചർ BSc ഓണേഴ്സ് അഗ്രികൾച്ചർ കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഫീൽഡിലോട്ട് പോവാം, എന്തൊക്കെ തരത്തിലുള്ള ജോലി സാധ്യതകളാണ് ഉള്ളത്, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പം എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അത്യാവശ്യം കുറച്ചുണ്ട്. ഞാനിങ്ങനെ ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടാണുള്ളത്. ഞാൻ എൻ്റെ സീനിയേഴ്സിനോടും അറിയാവുന്നവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എനിക്കറിയാവുന്ന രീതിയിലാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം. ഞാൻ അതിനകത്ത് അവസാനം എന്തായാലും ഈ അഗ്രികൾച്ചറിൻ്റെ നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും ഒക്കെ പറയുന്നുണ്ട്. സോ പ്ലീസ് മുഴുവനായിട്ട് തന്നെ കാണുക. എനിക്കൊരു സംശയം, ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പഠിച്ച കാലത്താണ് 40 ദിവസത്തെ ടൂറ്. ഇപ്പോൾ സിലബസ് മാറി, അതിപ്പോൾ 12 ദിവസമൊക്കെ ഉള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും 40 ഡേയ്സ് ട്രിപ്പിനെ പറ്റി ചോദിച്ചിട്ടുള്ള കമൻസ് ഒക്കെ കണ്ടു. അപ്പോൾ എനിക്കൊരു സംശയം, ഇനി വീഡിയോ മുഴുവൻ കണ്ടില്ലേ എന്നുള്ളത്. സോ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കാണുക. അപ്പോൾ നമുക്ക് ഒരുപാട് പറഞ്ഞ് ലേറ്റ് ആക്കാണ്ട് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ പേജ് കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തുകൂടെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ട് ലേറ്റ് ആക്കാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, BSc ഓണേഴ്സ് അഗ്രികൾച്ചർ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഫീൽഡിലേക്ക് പോകാമെന്നുള്ളത് ബേസിക്കലി ഞാനൊരു 4 പറയാം. 4 സെക്ടേഴ്സ് ആയിട്ട് പറയാം. അതിൽ ഫസ്റ്റ് വൺ ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ, സെക്കൻഡ് വൺ ബാങ്കിങ് സെക്ടർ, തേർഡ് വൺ ഹയർ സ്റ്റഡീസ്, ഫോർത്ത് വൺ അഗ്രികൾച്ചറൽ MBA. ഇങ്ങനെ 4 ഡിവൈഡ് ചെയ്തത് എനിക്ക് പറയാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. സോ നമുക്ക് ഫസ്റ്റ് ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് സെക്ടറിനെ പറ്റി പറയാം. നമുക്കറിയാം, ഗവൺമെന്റിനാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. ഈ 2 ലെവലും നമുക്ക് ഒരുപാട് എക്സാംസ് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ പറയുമ്പോൾ നമ്മുടെ കേരള PSC എക്സാംസ് എഴുതി നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ് അഗ്രികൾച്ചർ ഓഫീസർ, ഫാം ഓഫീസർ, അഗ്രികൾച്ചർ അസിസ്റ്റന്റ്, സോയിൽ കൺസർവേഷൻ ഓഫീസർ, സ്റ്റേറ്റ് കോർപ്പറേഷൻ ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് എക്സാംസുകളാണ് ഉള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞത് എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കോളേജിൽ ആദ്യം തന്നെ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും അഗ്രികൾച്ചർ ഓഫീസർ എന്നുള്ളത്. ഞാനാണെങ്കിൽ കോളേജിൽ പോയ ടൈമിൽ ആദ്യം ഓപ്ഷൻസ് എന്തൊക്കെയാണ്, അത് കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതിൽ ഞാൻ ആദ്യം കേട്ടത് അഗ്രികൾച്ചർ ഓഫീസർ എന്നാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അഗ്രികൾച്ചർ ഓഫീസറിനെ പറ്റി ആയിരിക്കും അറിയുണ്ടാവുക. നമുക്കറിയാം, കൃഷിഭവനിലൊക്കെ നമ്മൾ അഗ്രികൾച്ചർ ഓഫീസർ വേണമെന്നുള്ളത്. അപ്പം ഈ കേരള PSC എക്സാം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AO ആയിട്ട് പോവാം. BSc ഓണേഴ്സ് അഗ്രികൾച്ചർ മാത്രം മതി നമുക്ക് ഡിഗ്രി ആയിട്ട്. പിന്നെ ഈ AO ആയിട്ട് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഗസറ്റഡ് പോസ്റ്റിംഗ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അത്യാവശ്യം നല്ല സാലറി സ്കെയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അഗ്രികൾച്ചർ ഓഫീസർ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓരോ 4 കൊല്ലം കൂടുമ്പോഴേ ഈ അഗ്രികൾച്ചർ ഓഫീസിൻ്റെ PSC എക്സാം വിളിക്കുള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് വിളിച്ചത് ജൂലൈ 4, 2024 ജൂലൈ 4 ആയിരുന്നു. അതിന് മുമ്പ് 2020 മറ്റായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എവരി 4 ഇയർ കൂടുമ്പോഴാണ് AOൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ വിളിക്കുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നല്ല കോമ്പറ്റീഷനാണ്. AOൻ്റെ എക്സാം ഞാൻ പറഞ്ഞില്ല, എല്ലാവരും എഴുതും. ഈവൻ PhD കഴിഞ്ഞവർ വരെ വന്നിട്ട് AOൻ്റെ എക്സാം എഴുതുന്ന കാണാറുണ്ട്. അപ്പം അങ്ങനെ നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവും AOൻ്റെ എക്സാം. അതുപോലെ തന്നെയാണ് ബാക്കി ഫാം ഓഫീസറും അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റും ഒക്കെ എല്ലാത്തിനും നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷെ കൂടുതൽ ആൾക്കാരും ഓപ്റ്റ് ചെയ്യുക ഈ അഗ്രികൾച്ചർ ഓഫീസറായിട്ട് കിട്ടാനായിരിക്കും. അങ്ങനെയുള്ള കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കേരള PSC വഴി ഉണ്ടാവുക. ഇനി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എക്സാമുകളിൽ പോവുകയാണെങ്കിൽ FCA, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCA ഉണ്ട്, IFCO, പിന്നെ സെൻട്രൽ വെയർഹൗസ് കോർപ്പറേഷൻ, സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ, നാഷണൽ സീഡ് കോർപ്പറേഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ തരത്തിലുള്ള സെൻട്രൽ ലെവലിലുള്ള എക്സാംസും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ സെൻട്രൽ ലെവലിൽ വരുന്ന എക്സാം. ഇത് കൂടാതെ നമുക്ക് ഒരുപാട് കമ്മോഡിറ്റി ബോർഡ്സ് ഉണ്ടാവും. നമ്മുടെ റബ്ബർ ബോർഡ്, കോഫി ബോർഡ്, ടീ ബോർഡ്, സിൽക്ക് ബോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമ്മോഡിറ്റി ബോർഡ്സ് ഉണ്ടാവും. ഇവർക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോരോ എക്സാംസും കാര്യം, റബ്ബർ ബോർഡിലേക്ക് ഒരു എക്സാം, അങ്ങനെ അതിനൊക്കെ ഓരോ ബോർഡുകളിലേക്കും സെപ്പറേറ്റ് എക്സാംസും കാര്യങ്ങളും വിളിക്കും. ഇപ്പം ഞാൻ പറഞ്ഞതൊക്കെ നമുക്ക് BSc അഗ്രികൾച്ചർ ബേസിൽ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലെവലിലുള്ള
എക്സാംസ് ആണ്. ഇത് കൂടാതെ നമുക്ക് UPSC എക്സാമിന് വേണമെങ്കിൽ പോകാം. നമുക്കറിയാം കുറേ IAS ആരൊക്കെ ഈ അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണ്. അപ്പം കുറേ പേര് അങ്ങനെ പോകുന്നവരുണ്ട്. അഗ്രികൾച്ചർ സബ്ജക്റ്റ് എടുത്തിട്ട് UPSC എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുന്ന കുറേ കുട്ടികളുണ്ട്. അതും നല്ലൊരു ഓപ്ഷനാണ്. UPSC ലെവലിലോട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ. അപ്പം അതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അങ്ങനെ ഒരു ഡ്രീം കൂടി ഉള്ളവർക്ക് ഈ അഗ്രികൾച്ചർ എടുത്ത് പോവുകയാണെങ്കിൽ നല്ല ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആയിരിക്കും അത്. പിന്നെ ഉള്ളത് നമുക്ക് ഏത് ഡിഗ്രി ലെവലിൽ വരുന്ന എല്ലാ എക്സാമുകളും ഉണ്ടല്ലോ, ബാക്കി LDC അതൊക്കെ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം. പക്ഷെ അത് ജനറലി വരുന്നതുകൊണ്ട് എല്ലാ കുട്ടികളുടെ കൂടെ നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് നമുക്കായിട്ടുള്ളതല്ലല്ലോ. അപ്പം ആ ലെവൽ ഓഫ് എക്സാംസും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസിൽ പെടുന്നത് തന്നെയാണ്. ഈ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നതിൽ പെടുന്നത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗവൺമെൻറ് സെക്ടറിൽ വരുന്ന എക്സാംസും കാര്യങ്ങളും. ഇനിയിപ്പം നമ്മുടെ പ്രൈവറ്റ് സെക്ടറിൽ വരുവാണെങ്കിൽ നമുക്കൊരു ഒരുപാട് കമ്പനികളുണ്ട്. നമുക്ക് പ്രൈവറ്റ് ലെവലിൽ നിന്നിട്ട് ഒരുപാട് കമ്പനികളുണ്ട്. ഇൻ കേരള ആൻഡ് ഔട്ട് ഓഫ് കേരള എല്ലായിടത്തും ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഇപ്പോൾ സീഡ് കമ്പനി ഉണ്ട്, ഫെർട്ടിലൈസർ കമ്പനി ഉണ്ട്, പെസ്റ്റിസൈഡ് കമ്പനി ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കമ്പനികളിലൊക്കെ നമുക്ക് അവർക്ക് CV അയച്ചു കൊടുക്കുക, റെസ്യൂമെ അയച്ചു കൊടുക്കുക, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് പ്രൈവറ്റ് കമ്പനീസിലും അറ്റംപ്റ്റ് ചെയ്യാം. ഒരുപാട് ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടും. എനിക്ക് തോന്നുന്നു കേരളത്തിലേക്കാൾ കൂടുതൽ വെളിയിലാണ്. ഇപ്പോൾ കർണാടക അങ്ങോട്ടൊക്കെയാണ് കുറേ നമുക്ക് ഈ പ്രൈവറ്റ് കമ്പനീസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പം ഞാൻ ഒരു എൻവെറിറ്റാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു സർവേയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴും ആ ഒരു കമ്പനിയിലോട്ട് ഒരുപാട് കോൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രൈവറ്റ് കമ്പനികളിലേക്ക് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, ഇതുപോലെ തന്നെ അഗ്രി ബേസ്ഡ് പോകാന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് സെക്ടറിൽ വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ കേരള PSC എക്സാംസ് ക്രാക്ക് ചെയ്താൽ പറ്റുന്ന ഒരു ലെവൽ ഓഫ് എക്സാമുകളുണ്ട്. അതുപോലെ സെൻട്രൽ ലെവലിലുണ്ട്, കമ്മോഡിറ്റി ബോർഡുകളിലുണ്ട്. UPSC എക്സാം വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ അത് കൂടാതെ വരുന്ന എല്ലാ ഗവൺമെൻറ് സെക്ടറിൽ വരുന്ന ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ PSC എക്സാമുകളും ട്രൈ ചെയ്യാം. അതുകൂടാതെ നമ്മുടെ പ്രൈവറ്റ് കമ്പനീസിലും കാര്യങ്ങൾക്ക് ഇൻ്റർവ്യൂ ഒക്കെ വെച്ച് നമുക്ക് പോകുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ. ഇത് രണ്ടാമത് വരുന്നത് നമ്മുടെ ബാങ്കിങ് സെക്ടർ. ബാങ്കിങ്ങിൽ BSc അഗ്രികൾച്ചർ കഴിഞ്ഞിട്ട് സാധാരണ ബാങ്ക് കോച്ചിങ്ങിന് പോയിട്ട് നമുക്ക് എല്ലാ ബാങ്ക് ലെവലും എക്സാമുകളും അറ്റൻഡ് ചെയ്യാം. നമ്മൾ കാണാറില്ല, ഇപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് കുറേ പേര് ബാങ്ക് കോച്ചിങ് ചെയ്ത് ബാങ്കിൻ്റെ എക്സാം അങ്ങനെ എഴുതുന്നത് നമ്മൾ കാണാറില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതുകൂടാതെ നമ്മൾ അഗ്രികൾച്ചർ സ്റ്റുഡൻസിന് കോറായിട്ട് വരുന്ന ഒരു IBPSന്റെ എക്സാമാണ് AFO, അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ എക്സാം. അത് നമ്മുടെ അഗ്രി സ്റ്റുഡൻസിന് മാത്രം എന്ന് പറയാൻ പറ്റില്ല, അഗ്രി സ്റ്റുഡൻസും അതുപോലെ തന്നെ വെറ്റിനറി സ്റ്റുഡൻസിനും കൂടെ വരുന്നത്. കാര്യം നമ്മൾ ഈ അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ എന്ന് പറയുമ്പോൾ ബാങ്കിൽ ലോണും കാര്യങ്ങളൊക്കെ പാസ്സാക്കാനുള്ള ഓഫീസേഴ്സ് ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പം ഈ നമ്മുടെ പശു, ആട് വളർത്തൽ അങ്ങനെയുള്ള അതൊക്കെ നോക്കിയിട്ടായിരിക്കുമല്ലോ നമ്മൾ ലോൺ കൊടുക്കുക. സോ അത് ആ ഒരു AFOന്റെ എക്സാം നമ്മുടെ അഗ്രികൾച്ചറുകാർക്കും അതുപോലെ തന്നെ വെറ്റിനറിക്കാർക്കും ഒക്കെ അറ്റംപ്റ്റ് ചെയ്യാം. പക്ഷെ അത് കൂടുതലായിട്ടും ആ ഒരു ഫീൽഡിലോട്ട് കയറുന്നത് പൊതുവെ കണ്ടിട്ടുള്ളത് അഗ്രികൾച്ചർ സ്റ്റുഡൻസ് തന്നെയാണ്. കാരണം വെറ്റിനറി സ്റ്റുഡൻസിനൊക്കെ അത് കൂടാതെ വേറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അവർ അതിലേക്ക് പോകും. ഇതിലോട്ട് അങ്ങനെ പൊതുവേ കോമ്പറ്റീഷൻ കണ്ടിട്ടില്ല. അഗ്രികൾച്ചർ സ്റ്റുഡൻസ് തന്നെയാണ് മെയിനായിട്ട്. എന്നാലും അവർക്കും അറ്റംപ്റ്റ് ചെയ്യുക കേട്ടോ, അതുകൊണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ബാങ്കിങ് സെക്ടറിൽ നമുക്ക് മെയിനായിട്ട് വരുന്ന എക്സാം. അതുകൂടാതെ ഞാൻ പറഞ്ഞല്ലോ FOയും PO ആയിട്ടൊക്കെ വിളിക്കുന്ന എല്ലാ എക്സാംസും കാര്യങ്ങളും SBIന്റെയും ഫെഡറൽ ബാങ്കിന്റെയും ഒക്കെ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം. അപ്പം അതും മെയിനായിട്ട് ഇപ്പോൾ എൻ്റെ ബാച്ചിൽ തന്നെ കുറേ കുട്ടികൾ ബാങ്കിൻ്റെ ഫീൽഡിലോട്ട് പോയിട്ടുണ്ട്. അഗ്രികൾച്ചർ കഴിഞ്ഞിട്ട് ആ ഒരു ഫീൽഡിൽ നിൽക്കാണ്ട് ബാങ്കിലോട്ട് പോകുന്നതുണ്ട്. അപ്പോൾ അതും ഒരു ട്രെൻഡാണ് ആക്ച്വലി. ഇപ്പം BSc അഗ്രികൾച്ചർ കഴിഞ്ഞാൽ ബാങ്ക് കോച്ചിങ്ങിന് പോയി ആ ഒരു ഫീൽഡിലേക്ക് മാറുക എന്നുള്ളത്. ഇപ്പോൾ അഗ്രികൾച്ചർ സ്റ്റുഡൻറ്റിന് തന്നെ മെയിനായിട്ട് വരുന്ന കോറായിട്ട് വരുന്ന ഒരു എക്സാമാണ് ഈ അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ IBPSന്റെ എക്സാം. അതുകൂടാതെ തന്നെ നമുക്ക് NABARD ഉണ്ട് കേട്ടോ. NABARDിൻ്റെ എക്സാംസും ഇതുപോലെ തന്നെ സെപ്പറേറ്റ് ആണ് വിളിക്കുക. അതിന് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. നല്ല ടഫായിരിക്കും എക്സാമും കാര്യങ്ങളൊക്കെ. അതും നമുക്ക് അഗ്രികൾച്ചർ സ്റ്റുഡൻസിനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ കേസ് ഞാനിപ്പം ഗവൺമെൻറ് സെക്ടറിനെ പറ്റിയും അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടറിനെ പറ്റിയും പറഞ്ഞു. ഇനി നമുക്ക് ഹയർ സ്റ്റഡീസിനെ പറ്റി പറയാം. ഇപ്പം നിങ്ങൾക്ക് BSc അഗ്രികൾച്ചർ മാത്രമല്ല ഇനി കുറച്ചുകൂടെ ഹയർ സ്റ്റഡീസ് വേണം, കുറച്ചുകൂടെ ഗ്രാജുവേഷനും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് PG എടുക്കാം. PG ചെയ്യാൻ പറ്റും, നല്ലൊരു ഓപ്ഷനാണ്. അതും നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ UGന്റെ അല്ലെങ്കിൽ BScന്റെ മാർക്ക് ബേസ്ഡ് അല്ല നമുക്ക് അഡ്മിഷൻ കിട്ടും. അതിന് നമ്മൾ സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം എഴുതണം, എന്നാലേ നമുക്ക് PGക്ക് അഡ്മിഷൻ കിട്ടും. ഇപ്പം നമ്മൾ +2 കഴിഞ്ഞിട്ട് നീറ്റ് എഴുതിയിട്ടാണല്ലോ നമുക്കൊരു അഡ്മിഷൻ കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ UG കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ ഓരോ സബ്ജക്റ്റ് വൈസ് നമ്മൾ എക്സാം എഴുതിയിട്ട് വേണം നമുക്ക് PGക്ക് അഡ്മിഷൻ എടുക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് നമ്മുടെ അഗ്രികൾച്ചറിൽ വരുന്ന സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഏതിനോടാണോ കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മാസ്റ്റേഴ്സ് എടുത്താൽ നമുക്ക് നന്നായി ഇൻട്രസ്റ്റോടെ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അത് നന്നായി പഠിച്ച് ഈ പറഞ്ഞ JRF എക്സാം ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടും. അതും വിഷമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അല്ല. നമ്മുടെ നീറ്റ് പോലെയല്ല. നീറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കുട്ടികളും ഒരുപാട് പേര് എഴുതിയിട്ട് ഒരുപാട് സീറ്റുമുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, കുറച്ച് പേര് എഴുതിയിട്ട് കുറച്ച് സീറ്റ് അങ്ങനെയാണ്. നമ്മൾ അഗ്രികൾച്ചർ കുട്ടികൾ മാത്രമാണല്ലോ ഈ എക്സാമും കാര്യങ്ങൾ എഴുതുക. അപ്പോൾ കുറച്ച് സീറ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് JRFന്റെ പ്രത്യേകത.
അപ്പോൾ PG എടുക്കാം. അത് കഴിഞ്ഞ് PG ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് SRF എഴുതുക. SRF എഴുതി PhD എടുക്കാം. അത് കഴിഞ്ഞിട്ട് പഠിക്കാൻ താല്പര്യം പോസ്റ്റ് ഡോക്ക് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഹയർ ലെവൽ ഓഫ് സ്റ്റഡീസിലോട്ട് നമുക്ക് പോകാം. ഇനിയിപ്പോൾ നമ്മൾ MSc കൂടെ ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ PSC എക്സാംസ് കൂടാതെ വീണ്ടും കുറച്ചും കൂടെ നമുക്ക് ഓപ്ഷൻസ് കിട്ടും. ഓഫ് കോഴ്സ് നമ്മുടെ കയ്യിൽ ഒരു എക്സ്ട്രാ ഒരു ഡിഗ്രി വരുമ്പോൾ കുറച്ചും കൂടെ ഒരുപാട് എക്സാംസ് ഉണ്ടെന്നല്ല, കുറച്ചും കൂടെ എക്സാംസിൻ്റെ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കൂടും. അതാണ് MSc കൂടെ ചെയ്താലുള്ള ഉപകാരം. പിന്നെ MSc എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പം ഞാൻ MSc ഒന്നും എടുത്തിട്ടില്ല, സീനിയേഴ്സൊക്കെ പറയണത് MSc എടുക്കുകയാണെങ്കിൽ നിങ്ങൾ PhD കൂടെ എടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ MSc എടുത്തതിൻ്റെ ഒരു ഫുൾ ഒരു റിസൾട്ടായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ PhD കൂടെ എടുക്കണം എന്നാണ് പൊതുവെ എല്ലാവരും പറയാറുള്ളത്. എന്ന് കരുതി നമുക്ക് MSc ബേസിൽ ഒരുപാട് അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ PSC എക്സാംസ് ഒക്കെ വരും കേട്ടോ. MSc കഴിഞ്ഞ് നിർത്തണമെങ്കിൽ അങ്ങനെ PhD കൂടെ എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഫാർ ബെറ്റർ, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് PG ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം JRF എന്ന് പറഞ്ഞാൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. ഈ എക്സാം എഴുതി കഴിയുമ്പം അതിനകത്ത് ഏറ്റവും ടോപ്പ് റാങ്ക് കിട്ടുന്നവർക്ക് ഈ ഫെലോഷിപ്പ് കിട്ടും. അതായത് ഏകദേശം ഒരു 12,600 സംതിങ് ആണ്, കറക്റ്റ് അല്ലേ? എന്തായാലും 12,000+ ആണ് നമുക്ക് കിട്ടുക പെർ മന്ത്. ഓരോ മാസവും നമുക്ക് 12,000-ന് മുകളിൽ കിട്ടും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ JRF എക്സാമിന് ടോപ്പ് റാങ്ക് വരുന്നവർക്കാണ്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ റാങ്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നോൺ JRF സീറ്റിലായിരിക്കും അഡ്മിഷൻ കിട്ടുക. ആ നോൺ JRF സീറ്റിലാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നെങ്കിൽ, ഔട്ട് ഓഫ് കേരളയാണ് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 5,000 രൂപ കിട്ടും. നമ്മൾ കേരളത്തിൽ തന്നെയാണ് പഠിക്കുന്നുണ്ടെങ്കിൽ 3,000 രൂപ കിട്ടും. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്കോളർഷിപ്പും കാര്യങ്ങൾ വരുന്നത്. അത് എങ്ങനെയാണ് ടോപ്പ് റാങ്ക്, എത്ര റാങ്ക് വരെ എന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അത് ഓരോരോ സ്ട്രീമിനും പല രീതിയിലായിരിക്കും. ഇപ്പോൾ അഗ്രോണമി എടുക്കുമ്പോൾ ചിലപ്പോൾ JRF സീറ്റ് 10-12 ഉണ്ടെങ്കിൽ, ഇപ്പോൾ സ്റ്റാറ്റി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എടുക്കുന്നെങ്കിൽ അവിടെ ആകെ 2-3 JRF സീറ്റേ ഉള്ളൂ. അപ്പോൾ ഓരോ സ്ട്രീമിനനുസരിച്ചും അത് ഡിഫറെൻ്റ് ആണ്. ചിലതിന് കുറേ ഉണ്ടാവും. അപ്പോൾ ആ കുറേ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ കുട്ടികൾ പോകുന്നതിൻ്റെ എണ്ണവും കൂടുതലുണ്ടാവും. എക്സാമും കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണവും കൂടുതലുണ്ടാവും. അപ്പോൾ ഇത്ര റാങ്ക് വരെ വരുന്നവർക്കാണ് ആ സ്കോളർഷിപ്പ്, അങ്ങനെ പറയാൻ കഴിയില്ല. ഓരോ സ്ട്രീമിനും ഓരോ വേരി ചെയ്തു വരും. അപ്പോൾ ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ് കൂടെ ഉണ്ട് എന്നുള്ളത് അറിയാം. PG ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അങ്ങനെ കിട്ടും. അതുപോലെ തന്നെ SRFന് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഇതിനേക്കാളും നല്ല രീതിയിലുള്ള സ്കോളർഷിപ്പും കാര്യങ്ങളും അവിടെയും വരുന്നുണ്ട്. അപ്പം ഹയർ സ്റ്റഡീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് PGയും PhDയും ഒക്കെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ സ്കോളർഷിപ്പോട് കൂടി നമുക്ക് ഇന്ത്യയിൽ പഠിക്കാം. നമ്മുടെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഈ പറഞ്ഞ സ്കോളർഷിപ്പോട് കൂടി നമുക്ക് പഠിക്കാം. ഇനി PG ചെയ്യാൻ നമുക്ക് ഇന്ത്യയിൽ അല്ലാണ്ട് വേണമെങ്കിൽ അബ്രോഡ് പോവാം. പുറത്ത് പോകാൻ താല്പര്യമുള്ളവർക്ക് അബ്രോഡ് പോയിട്ടും PG ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓസ്ട്രേലിയ, കാനഡ, ഇവിടെയൊക്കെ നമുക്ക് അഗ്രികൾച്ചറിന് സ്കോപ്പ് ഉണ്ട്. അവിടെയൊക്കെ നമ്മുടെ സീനിയേഴ്സൊക്കെ കുറേ പേര് പോയിട്ടുമുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ 1 വർഷത്തെ മാസ്റ്റേഴ്സ് ഉണ്ട്, 1.5 വർഷത്തെ, 2 വർഷത്തെ, അങ്ങനെ ഓരോരോ ഇയറിനനുസരിച്ചുള്ള മാസ്റ്റേഴ്സും കാര്യങ്ങൾ അവിടെ പോയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ പോകുന്നവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് PG ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നിന്ന് പഠിക്കണം എന്നില്ലെങ്കിൽ വെളിയിൽ പോയിട്ട് അബ്രോഡ് എടുത്ത് അവിടെ തന്നെ നമ്മൾ പോകുമ്പോൾ തന്നെ സ്റ്റേ ബാക്ക് കിട്ടില്ല. ആ സ്റ്റേ ബാക്കിനുള്ളിൽ തന്നെ നമ്മൾ ജോലിയും കാര്യങ്ങളും കണ്ടെത്തുക, അവിടെ തന്നെ സെറ്റിൽ ചെയ്യുക. അങ്ങനെയുള്ള ഒരു അബ്രോഡ് ഓപ്ഷൻസും ഇതിന് നമുക്കുണ്ട്. BSc അഗ്രികൾച്ചർ കഴിഞ്ഞാൽ അവിടെ ഒരു ജോലി എന്നൊരു ഓപ്ഷൻ ഇല്ല. നമുക്ക് BSc അഗ്രികൾച്ചർ കഴിഞ്ഞാൽ ഈ മാസ്റ്റേഴ്സും കൂടെ ചെയ്താലാണ് നമുക്ക് അബ്രോഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. അല്ലാതെ കിട്ടുന്നതായി BSc അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തിട്ട് അവിടെ ഒരു ജോലി കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മാസ്റ്റേഴ്സ് ചെയ്യണം എന്നാണ് എല്ലാവരും പറയാറ്. ഇനി അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡീപ്ലി ഞാൻ അറിയത്തില്ല. ഇത്രയും എനിക്ക് അറിയത്തുള്ളൂ. അപ്പം PG ഇന്ത്യക്ക് വെളിയിലും ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹയർ സ്റ്റഡീസിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. പിന്നെ ഉള്ളൊരു ഓപ്ഷനാണ് അഗ്രികൾച്ചർ MBA. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബാങ്ക് കോച്ചിങ്ങിന് കുറേ പേര് BSc കഴിഞ്ഞാൽ പോകും. അതുപോലെയുള്ളൊരു സംഭവമാണ് ഇപ്പം MBA. അഗ്രികൾച്ചർ MBAയിലോട്ട് കുറേ കുട്ടികൾ മാറുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ കുറച്ചും ബിസിനസ് മൈൻഡും അങ്ങനെ ഒരു ഓൺട്രപ്രണർ ലെവലിലൊക്കെ ചിന്തിക്കാൻ പറ്റുന്നവരാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ. അവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് ഞാൻ പറയില്ല, പക്ഷെ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അങ്ങനെയുള്ളവർക്ക്. ബിസിനസ് കുറച്ചുകൂടെ ഒരു HR ആ ഒരു ലെവലിലോട്ടൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക് അഗ്രികൾച്ചർ MBA നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ MBA അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് കടമ്പകൾ കഴിയാനുണ്ട്. എക്സാമും, ഇൻ്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ, അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട് MBA ക്രാക്ക് ചെയ്യണമെങ്കിൽ. എക്സാം IIM ഹൈദരാബാദ്, ലക്നൗ, IIM അഹമ്മദാബാദ്, ഇർമ, ഇതൊക്കെയാണ് നമ്മളെ ടോപ്പിൽ, ഇപ്പം അഗ്രികൾച്ചർ MBAയിൽ ടോപ്പിൽ വരുന്ന കോളേജും കാര്യങ്ങളും വരുന്നത്. ഇപ്പം ഈ പോയ കുട്ടികളോടൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഏറ്റവും നല്ല രീതിയിലുള്ള പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരിക ഈ ടോപ്പിൽ വരുന്ന കോളേജിലാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഓരോ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലും ഈ പറഞ്ഞ MBAൻ്റെ കോഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ മെജോറിറ്റി ആൾക്കാരും ഈ നല്ല കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതാണ് എൻ്റെ ഒരു കമൻറ്റിൽ എനിക്ക് ഒരാളിങ്ങനെ MBAനെ പറ്റി ചോദിച്ചിട്ട് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ അവരോട് അതാ പറഞ്ഞത്, ബെറ്റർ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ പോലെ മെയിനായിട്ട് ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ കിട്ടാൻ വേണ്ടി മെയിനായിട്ട് റിക്രൂട്ട് ചെയ്യുന്ന എക്സാം CAT വഴിയാണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ CAT എക്സാം ക്ലിയർ ചെയ്യുക, അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടാവും, ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഓരോ രീതിയിലാണ് റിക്രൂട്ട് ചെയ്യുക. അപ്പം അതെങ്ങനെയാണെന്ന് ഓരോ
ഇൻസ്റ്റിറ്റ്യൂട്ടിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. അതുകൂടാതെ CMAT ഒക്കെ വഴി ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ അഡ്മിഷൻ അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ മെയിനായിട്ടും CAT എക്സാമാണ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ MBAക്ക് നമുക്ക് പഠിക്കണമെങ്കിൽ, നമ്മൾ ടോപ്പ് റാങ്കിൽ എത്തിയാലും MBAക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് നല്ല എമൗണ്ട് വേണം. ഒരു 10-15 lakh അതിനേക്കാളൊക്കെ മുകളിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഫ്രണ്ട്സൊക്കെ പറഞ്ഞത്. അപ്പം എമൗണ്ട് വേണം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ നല്ല കോളേജിൽ അഡ്മിഷൻ എടുത്ത് ഈ ഒരു എമൗണ്ട് ചിലവാക്കിയാലും നമുക്ക് അത് കഴിഞ്ഞ് പ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടിക്കഴിയുമ്പം നമുക്ക് അതിൽ നിന്ന് വരുന്ന സാലറിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് അഗ്രികൾച്ചർ MBA എടുത്തു കഴിയുമ്പോൾ നല്ല പ്ലേസ്മെന്റ് കിട്ടും എന്ന് ഉറപ്പുള്ള കോളേജിൽ തന്നെ നോക്കി പഠിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അഗ്രികൾച്ചർ MBAയിൽ വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം നമ്മുടെ 4 ലെവൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അഗ്രികൾച്ചറിന്റെ ഗവൺമെന്റ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും അതുപോലെ ബാങ്കിങ് സെക്ടറിൽ എങ്ങനെ പോവാം, ഹയർ സ്റ്റഡീസിന്റെ കാര്യം, അഗ്രികൾച്ചർ MBA എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെയും ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാം, ഞാൻ പറയാത്തതോ അല്ല അറിയാത്തതോ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷെ ഇപ്പം ഞാൻ ഈ പറഞ്ഞതൊക്കെയാണ് മേജോറിറ്റി കുട്ടികളും ഓപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേതൊക്കെ ഫീൽഡിലോട്ട് പോകണം, എങ്ങനെ പോകണം എന്നൊക്കെ ഉള്ളത് നമ്മൾ തന്നെ നമ്മുടെ ടേസ്റ്റ് മനസ്സിലാക്കി നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ, ആ ഫീൽഡിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോകാന്നുള്ളതാണ്. ഇനിയിപ്പം അഗ്രികൾച്ചർ +2 കഴിഞ്ഞ് നിൽക്കുന്നോട്ടിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഗ്രികൾച്ചർ ചെയ്യുമ്പോൾ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എവിടെ പോയാൽ നിങ്ങൾ സക്സസ് ആവും, അല്ലെങ്കിൽ എവിടെ പോവരുത് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. സോ ഓരോരുത്തരുടെയും പാഷനും ഇൻട്രസ്റ്റും മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തരും ഫീൽഡും കാര്യങ്ങളും ഓപ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെയാണ് അഗ്രികൾച്ചറിന് അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് കൂടെ പറയാം. മെയിനായിട്ട് നീറ്റ് എൻട്രൻസ് എക്സാം ആണ്. നമ്മൾ നീറ്റ് എൻട്രൻസ് എക്സാം എഴുതുക. KEAM കേരള മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സിന് നമുക്കൊരു സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ഈ നീറ്റ് ബേസ്ഡ് നമുക്കിടും. ആ റാങ്കിനെ ബേസ് ചെയ്തിട്ട് കൗൺസിലിങ്ങിന് കൊടുത്ത് അങ്ങനെ നമുക്ക് അഡ്മിഷൻ എടുക്കാം. ഇനി ഇത് കൂടാതെ ഇപ്പം CUET എന്ന് പറഞ്ഞ എക്സാം എഴുതുക. ആ എക്സാമിൻ്റെ കുട്ടികളെ അഗ്രികൾച്ചർ ഓപ്റ്റ് ചെയ്ത കുട്ടികളെ വെച്ചിട്ട് ICAR ഒരു സെപ്പറേറ്റ് റാങ്ക് ഇടും. ആ റാങ്ക് അതിനനുസരിച്ച് നമുക്ക് അഡ്മിഷൻ കിട്ടും. അപ്പോൾ ഈ 2 രീതിയിലാണ് നമുക്ക് മെയിനായിട്ട് അഗ്രികൾച്ചറിന് അഡ്മിഷൻ കിട്ടുക. ഇനി ഇത് കൂടാതെ കുറേ പ്രൈവറ്റ് കോളേജസ് ഉണ്ട്. അവിടെ പൈസയൊക്കെ കൊടുത്ത് അങ്ങനെയും അഡ്മിഷൻ എടുക്കുന്നവരുണ്ട്. കേരളത്തിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കേരളത്തിലില്ല. കേരളത്തിൽ നിലവിൽ ഇതുവരെ പ്രൈവറ്റ് കോളേജസ് വന്നിട്ടില്ല. ഔട്ട് ഓഫ് കേരള, തമിഴ്നാടൊക്കെയാണ് ഒരുപാട് പ്രൈവറ്റ് കോളേജസ് ഉള്ളത്. കേരളത്തിൽ അങ്ങനെ ഇതുവരെ പ്രൈവറ്റ് കോളേജ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. മെയിനായിട്ടുള്ളത് നമ്മുടെ ഞാൻ പറഞ്ഞ പടന്നക്കാട്, അമ്പലവയൽ, വെള്ളയാനി, വെള്ളാനിക്കര ഈ 4 കാർഷിക കോളേജ് തന്നെയാണ് ഉള്ളത്. ഇനി ഇത് കൂടാതെ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഉള്ളൊരു കോളേജാണ് കുമരകത്തുള്ള അഗ്രികൾച്ചർ കോളേജ്. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ തന്നെയാണ് ആ കോളേജ് വരുന്നത്. കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ബാക്കി 4 കോളേജ് പോലെയല്ല. ഈ കോളേജിൽ നമുക്ക് പൈസ വേണം. നീറ്റിൻ്റെയും KEAMൻ്റെയും സാധാരണ ബാക്കി 4 കോളേജിൽ എങ്ങനെയാണോ അഡ്മിഷൻ എടുക്കുന്നത് അതേ പ്രൊസീജിയർ തന്നെയാണ്, അതേ ക്രൈറ്റീരിയ ബേസ് തന്നെയാണ് ഈ പറഞ്ഞ കുമരകത്തേക്കും അഡ്മിഷൻ എടുക്കുക. പക്ഷേ കുമരകത്ത് കുറച്ചുകൂടെ ഫീസ് അധികമായിരിക്കും. ഓരോ സെമസ്റ്ററിലും എത്രയാ 1 lakh ആ ഒരു രീതിയിലൊക്കെയാണ് സെമസ്റ്റർ ഫീസ് വരുന്നത്. ഇപ്പം നമ്മുടെ ബാക്കിയുള്ള അഗ്രികൾച്ചർ കോളേജിലൊക്കെ സെമസ്റ്റർ ഫീസ് ഒരു 10,000 വരുന്നതെങ്കിൽ നമ്മുടെ കുമരകം കോളേജിലേക്ക് വരുമ്പോൾ 1 lakh വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 8 സെമസ്റ്റർ വരും. പിന്നെ അതുകൂടാതെ നമുക്ക് കോഷൻ ഡെപ്പോസിറ്റ് അടയ്ക്കാനുണ്ട്. കോഷൻ ഒരു 2 lakh വെച്ചിട്ട് കോഷൻ ഡെപ്പോസിറ്റ് അടയ്ക്കും. ആ എമൗണ്ട് അറിയാലോ, നമ്മൾ പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് തരുന്ന എമൗണ്ട് ആണ്. പക്ഷേ ഇനീഷ്യലി നമ്മൾ ഒരു 2 lakh ഒക്കെ കോഷൻ ഡെപ്പോസിറ്റ് അടയ്ക്കേണ്ടി വരും. അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് ആ പൈസ നമ്മൾ നേരെ മറിച്ച് ബാക്കിയുള്ള 4 കോളേജിലാണെങ്കിൽ ഒരു 10,000 or 15,000 ഒക്കെ കോഷൻ ഡെപ്പോസിറ്റ് വരുന്നുള്ളൂ. അതിനാണ് നമ്മൾ ഇവിടെ പോയിട്ട് 2 lakh അടയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ പൈസേൻ്റെ കാര്യത്തിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ അവിടെ ഇപ്പോൾ നല്ലൊരു പൈസ ഉള്ള ആൾ ആദ്യം പോയിട്ട് പൈസ കൊണ്ട് കെട്ടി വെച്ചു എന്ന് കരുതി കിട്ടുമൊന്നുമില്ല. അവിടെ ഈ പറഞ്ഞ പോലെ നീറ്റിൻ്റെ KEAMൻ്റെ എല്ലാ പ്രൊസീജിയറും ഫോളോ ചെയ്യണം. ആ കോളേജിലേക്ക് ആരാണോ ഏറ്റവും ടോപ്പ് റാങ്കിൽ വരുന്നത് അവർക്കായിരിക്കും അവിടെ അഡ്മിഷൻ കിട്ടുക. മനസ്സിലായല്ലോ? അല്ലാതെ പ്രൈവറ്റ് സെക്ടർ അല്ല, റാങ്ക് ബേസ്ഡ് തന്നെയാണ് അവിടെയും അഡ്മിഷൻ കിട്ടുക. പിന്നെ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ 2 കൊല്ലമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. പിന്നെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അത്ര അങ്ങോട്ട് ഡെവലപ്പ് ആയിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ ഹോസ്റ്റലും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ വെളിയിൽ ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വരും. അപ്പം നമുക്ക് ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും ഒക്കെ കൊടുക്കേണ്ടി വരും. പക്ഷെ ബാക്കി 4 കോളേജ്, ഇത് നമ്മളെ ഗവൺമെൻറ് കോളേജിൽ തന്നെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഹോസ്റ്റൽ ഫീസ് വരില്ല. മെസ് ഫീസ് മാത്രമേ നമ്മൾ കൊടുക്കേണ്ടി വരുള്ളൂ. പക്ഷേ ഈ കുമരകത്താകുമ്പോൾ നമ്മൾ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ വെളിയിൽ കണ്ടുപിടിക്കേണ്ടി വരും. അതുപോലെ തന്നെ എല്ലാ ചാർജും കാര്യങ്ങളും കൂടും. ആകെ 2 കൊല്ലം ആയിട്ടുള്ളൂ ആ കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെതായ എല്ലാ ലിമിറ്റേഷൻസും ആ കോളേജിലുണ്ട്. എന്നിരുന്നാൽ കൂടി അവിടേക്ക് ഒരുപാട് അഡ്മിഷൻ വരുന്നുണ്ട്. ഈ 4 കോളേജിലും കിട്ടാതെ വരുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾ അവിടേക്ക് പോവുക എന്നൊരു ട്രെൻഡ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. സോ അവിടെയും അഡ്മിഷൻ കിട്ടാൻ നല്ല പാടാണ്. അവിടെയും ടോപ്പ് റാങ്കിലോട്ട് ആരാണോ വരുന്നത് അവർക്കായിരിക്കും അവിടെ അഡ്മിഷൻ കിട്ടുക. അപ്പോൾ എമൗണ്ട് കൊടുത്ത് പഠിക്കേണ്ടി വരുന്നു മാത്രം.
അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾമോസ്റ്റ് ഇങ്ങനെ എല്ലാ സെമസ്റ്റർ വൈസുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഓരോ സെമ്മിലും നമുക്ക് ഏകദേശം 10 സബ്ജക്റ്റോളം പഠിക്കാൻ വരുന്നുണ്ട്. 10 സബ്ജക്റ്റിനും റെക്കോർഡ്സ് ഉണ്ടാവും. 10ൽ ഒരു 7 എണ്ണത്തിലെങ്കിലും റെക്കോർഡ് എന്തായാലും ഉണ്ടാവും. എല്ലാത്തിനും അസൈൻമെൻറ്റ് എഴുതേണ്ടി വരും. പിന്നെ എല്ലാം വരയ്ക്കാനും ഈ കുറേ കീടങ്ങളൊക്കെ വരയ്ക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെയും കുറേ വരും. പിന്നെ മിഡ് ടേം എക്സാം എഴുതേണ്ടി വരും, സെമസ്റ്റർ എക്സാം എഴുതേണ്ടി വരും, പ്രാക്ടിക്കൽ എക്സാം എഴുതേണ്ടി വരും, വൈവ് അറ്റൻഡ് ചെയ്യണം. ഇതൊക്കെ എല്ലാ സെമസ്റ്ററിലും ഈ 10 സബ്ജക്റ്റിനും നമ്മൾ ചെയ്യേണ്ടി വരും. 10 or 9 ആ ലെവലാണ് എപ്പോഴും വരാറ്. അപ്പോൾ ഈ ഇത്രയധികം സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, സബ്ജക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുകളല്ല, ബൈ ഹാർട്ട് സ്റ്റഡി ചെയ്യാനാണ് കൂടുതലും ഉണ്ടാവുക. അപ്പം ഇങ്ങനെ പഠിത്തത്തിൻ്റെ ആ ഒരു ലെവലും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അടുത്തത് ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ അഗ്രികൾച്ചറിന് ഇപ്പം ഇത്രയും അധികം ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ കേട്ടു ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. ബാക്കിയുള്ള ഒരു സ്ട്രീമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്. പക്ഷേ ആരും കരുതരുത് ഇത് ഭയങ്കര എളുപ്പമാണ്, ക്രാക്ക് ചെയ്ത് കിട്ടാൻ നല്ല വിഷമമാണ്. കാര്യം നല്ലോണം കോമ്പറ്റീഷൻ കൂടി. ആൾക്കാരുടെ എണ്ണം, അഗ്രികൾച്ചർ തിരഞ്ഞെടുക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കോമ്പറ്റീഷനും കൂടും. പണ്ട് 30 പേര് എഴുതുന്ന എക്സാം ഇപ്പോൾ 300 പേരെ എഴുതുന്നത്. പക്ഷെ നമ്മുടെ സീറ്റും കാര്യങ്ങളും കൂട്ടിയിട്ടില്ല, അതായത് നമ്മുടെ പോസ്റ്റിങ്ങും കാര്യങ്ങളും കൂട്ടിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞ എല്ലാ എക്സാമും ക്രാക്ക് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിട്ടാണ് വരുന്നത്. ഇപ്പം അഗ്രികൾച്ചർ ഓഫീസർ ഇപ്പം ജൂലൈ 4 പറഞ്ഞല്ലോ, ഈ കൊല്ലം ജൂലൈ 4 എക്സാം നടന്നത്. എന്തായാലും ജൂലൈ 2024 എക്സാം നടന്നെങ്കിലും അതിൻ്റെ പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും എന്തായാലും 2026 or 2027 ആകും. അപ്പോൾ ഇവരൊക്കെ പോസ്റ്റിംഗ് കയറുന്നതാരാ? പുതിയ ആൾക്കാരല്ലേ, അതായത് കുറച്ചുകൂടെ യങ് ആയിട്ടുള്ള ആൾക്കാരാണ് പോസ്റ്റിങ്ങിലോട്ട് കയറുന്നത്. ഇനി അവരൊക്കെ ഒന്നെങ്കിൽ വേറെ പല സ്ട്രീം തിരഞ്ഞെടുത്ത് വേറെ ജോലിക്ക് പോകണം, അല്ലെങ്കിൽ അവർ റിട്ടയർഡ് ആവണം, അല്ലെങ്കിൽ അവർ ജോലി നിർത്തി പോകണം. അങ്ങനെയൊക്കെയുള്ള സീറ്റിലാണ് ആ വേക്കൻസി വീണ്ടും വരിക. ആ വേക്കൻസിലോട്ട് വേണം നമ്മൾ അഗ്രികൾച്ചർ ഓഫീസറായിട്ട് 4 കൊല്ലം കഴിഞ്ഞ് വീണ്ടും കയറാൻ വേണ്ടിയിട്ട്. സോ ചുരുക്കം പറഞ്ഞാൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. അത് അഗ്രികൾച്ചർ ഓഫീസർ മാത്രമല്ല, ഫാം ഓഫീസർ ആണെങ്കിലും അഗ്രി അസിസ്റ്റൻ്റ് ആണെങ്കിലും ഒക്കെ എല്ലാ ഫീൽഡിലും വിഷമവും കാര്യങ്ങളാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നിലവിലിപ്പോൾ കേരളത്തിൽ പ്രൈവറ്റ് കോളേജസ് വന്നിട്ടില്ല. കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സീറ്റ് ഇങ്ങനെ കൂട്ടിക്കൂട്ടി വരുന്നുണ്ട്. ഗവൺമെൻറ് കോളേജിൽ തന്നെ സീറ്റ് കൂട്ടിക്കൂട്ടി വരുന്നുണ്ട്. അപ്പോൾ എന്താ, കുട്ടികളുടെ എണ്ണം കൂടും, കോമ്പറ്റീഷൻ കൂടും. കേരളത്തിൽ ഇപ്പോൾ അതാണ് അവസ്ഥ. പക്ഷേ ഔട്ട് ഓഫ് കേരള നോക്കുകയാണെങ്കിൽ തമിഴ്നാടൊക്കെ നമ്പർ ഓഫ് പ്രൈവറ്റ് കോളേജസ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്നുള്ള കുട്ടികളൊക്കെ വരും നമ്മുടെ കൂടെ. ഈ പറഞ്ഞ എക്സാമും കാര്യങ്ങളൊക്കെ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ആ കുട്ടികളും പങ്കെടുക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് കോമ്പറ്റീഷൻ കൂടുന്നത്. പിന്നെ പ്രൈവറ്റ് ആണോ ഗവൺമെൻറ് സെക്ടറിലാണോ പഠിക്കാമെന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾ ഗവൺമെൻറ് തന്നെ ചൂസ് ചെയ്യുക. ഇത്രയും കോമ്പറ്റീഷൻ കൂടുന്നൊരു കാലത്ത് ഇനിയും ഒരു പ്രൈവറ്റ് പോയിട്ട് പഠിക്കുക എന്നുള്ളതിനോട് എനിക്കൊരു നല്ലൊരു അഭിപ്രായം ഇല്ല. ബിക്കോസ് കോമ്പറ്റീഷൻ കൂടി വരില്ലേ. അപ്പം ഓൾറെഡി ഗവൺമെൻറ് കോളേജിൽ പഠിച്ച കുട്ടികൾക്ക് തന്നെ എന്താ ജോലിൻ്റെ കാര്യത്തിൽ ഇത്രയും കോമ്പറ്റീഷനിൽ നിൽക്കുമ്പോൾ ഒരു പ്രൈവറ്റ് സെക്ടറിലാവുമ്പോൾ ഒരു കൈൻഡ് ഓഫ് അവോയ്ഡൻസ് ഉണ്ടാകാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിലും ഓഫ് കോഴ്സ് നമ്മൾ ആദ്യം പരിഗണിക്കുക നമ്മുടെ അഗ്രികൾച്ചർ ഗവൺമെൻറ്റിൽ പഠിച്ച കുട്ടികളായിരിക്കും. പ്രൈവറ്റ് സെക്ടറിലെ കുട്ടികളെ ഒരു ഭയങ്കരമായിട്ട് അങ്ങനെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെയല്ല കേട്ടോ. എക്സാമൊക്കെ അവർക്ക് അറ്റൻഡ് ചെയ്യാം. പക്ഷേ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോയി കഴിയുമ്പോൾ ഓഫ് കോഴ്സ് +point ഉണ്ടാവും ഗവൺമെൻറ്റിൽ പഠിച്ച കുട്ടികൾക്ക്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇനിയും ഇത്രയും കോമ്പറ്റീഷൻ കൂടുന്നൊരു കാലത്ത് അധികം പ്രൈവറ്റിൽ പോയി പഠിക്കാതെ ഗവൺമെൻറ്റിൽ തന്നെ വന്ന് പഠിക്കാൻ ശ്രമിക്കുക എല്ലാവരും. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഞാൻ പറയണം എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സ്കോപ്പ് നമുക്കുണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ കോമ്പറ്റീഷൻസ് ഒരുപാടുണ്ട്. നന്നായി പഠിച്ച് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത് എല്ലായിടത്തും ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹൈ പ്രൊഫൈൽ സാലറി ഉള്ള ഒരു ജോലിയിലോട്ട് തന്നെ നമുക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് തുഴയും, നമ്മൾ കുറച്ച് കഷ്ടപ്പെടും ഒരു ജോലിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പ്രൈവറ്റില്ല, ടെമ്പററി ആയിട്ട് ജോലി കിട്ടാനുള്ള സാധ്യതകൾ വളരെയധികമാണ്. അത് നമ്മൾ വെറുതെ ഇരിക്കുക എന്ന് പറയും. ഇപ്പോൾ അഗ്രികൾച്ചർ കഴിഞ്ഞിട്ടും വെറുതെ ഇരിക്കുന്നവരുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളധികം ശ്രമിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടണം എന്ന് തന്നെ വിചാരിച്ച് എവിടെ പോയി അഡ്മിഷൻ അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ടെമ്പററി ജോലി കിട്ടും കേട്ടോ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു പെർമനൻ്റ് ആയിട്ട് സെറ്റിൽ ആവാൻ കുറച്ചധികം നമ്മൾ കഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതെല്ലാവർക്കും ഹെൽപ്പ് ആവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ അവിടെ തന്നെ റിപ്ലൈ തരാം. ചിലതൊന്നും ഞാൻ റിപ്ലൈ തരാത്ത എന്താണെന്ന് വെച്ചാൽ ഈ CUETന്റെ റാങ്ക് ബേസിലൊക്കെ കുറേ കുട്ടികൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഡൗട്ട് ചോദിച്ചിട്ട് ഞാൻ കണ്ടു. പക്ഷേ എനിക്ക് അത്ര കറക്റ്റ് അറിയില്ല ആ സബ്ജക്ട്. CUETന്റെ ട്രെൻഡ് എനിക്ക് അത്രയധികം അറിയില്ല. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ആണല്ലോ ആ രീതിയിലോട്ട് മാറിയത്. അപ്പോൾ എനിക്കത് അത്ര അറിയില്ല. അപ്പം അറിയാത്ത കാര്യത്തിന് മറുപടി തന്ന് കുട്ടികളെ കൺഫ്യൂസ് ചെയ്യിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അതിനൊന്ന് റിപ്ലൈ തരാതിരുന്നത്. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ മാക്സിമം എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരും. അപ്പം നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളൂ, അറിയാവുന്നതാണ് ഞാൻ പറയാം. പിന്നെ എനിക്ക് തോന്നുന്നു ഡിഫറെൻ്റ് ആയിട്ട്
ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ എന്തെങ്കിലും ഇപ്പം എല്ലാം ഒന്നും നമുക്ക് ഈ കമൻറ്റ് ടൈപ്പ് ചെയ്ത് ഇങ്ങനെ ഇടുമ്പം അത്രയും അങ്ങ് ഇപ്പോൾ പറഞ്ഞ് സംസാരിച്ച് നമ്മൾ കൺവേ ചെയ്യുന്ന പോലെ ആവില്ലല്ലോ ടൈപ്പ് ചെയ്തിടുമ്പോൾ. അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നു ഒരു Q&A പോലെ എങ്ങാനും ഒരു വീഡിയോ കൂടെ ചെയ്യാം. അത് നോക്കട്ടെ കമൻസ് ഒക്കെ എന്തെങ്കിലും കുറച്ചധികം വരുന്നുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ കൂടെ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഇൻസ്റ്റയിലും കുറേ കുട്ടികളൊക്കെ ഞാൻ പറയാതെ തന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് മെസ്സേജ് അയച്ച് വന്നവരുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഇൻസ്റ്റ ID. നിങ്ങൾക്ക് അങ്ങനെ പേഴ്സണലി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ച് ഞാൻ അവിടെ അറിയാവുന്ന കാര്യങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ വരുമെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോയും കൂടെ ചെയ്യാം. അപ്പോൾ ഇനി ഈ വീഡിയോ ഞാൻ എൻഡ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ്